ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർക്കെതിരെ പോലീസ് കേസെടുത്ത സംഭവം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പോലീസിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ഒരാഴ്ചക്കകം വിശദീകരണം നൽകാനാണ് ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് സി എൻ രാമചന്ദ്രനെതിരെ പോലീസ് കേസെടുത്തത്. ഈ സി എൻ രാമചന്ദ്രൻ്റെ പേരാണ് രക്ഷാധികാരി എന്ന തരത്തിൽ അവിടെ പ്രചരിക്കുകയും ചെയ്തത്. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം പോലീസിനോട് വിശദീകരണം തേടിയിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ, കോടതി പറഞ്ഞ മറ്റു കാര്യങ്ങൾ. അതായത് പെരിന്തൽമണ്ണ പോലീസ് സി എൻ രാമചന്ദ്രൻ നായർക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ടാണ് 5 അഭിഭാഷകർ ചേർന്ന ഒരു പൊതു താൽപര്യ ഹർജി ഹൈക്കോടതിയിൽ കൊണ്ടുവന്നത്. അത് ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിച്ചത്. അപ്പോൾ അത് പരിഗണിക്കവേ ചില ചോദ്യങ്ങൾ പോലീസിനോട് കോടതി ചോദിച്ചു. എന്തുകൊണ്ടാണ് കേസെടുത്തത്, എന്താണ് കേസെടുക്കാൻ കാരണം, അതിലൊരു വിശദീകരണം സർക്കാർ അല്ലെങ്കിൽ പോലീസ് നൽകണം. ഒരാഴ്ചക്കകം വിശദീകരണം നൽകാനാണ് ഇപ്പോൾ പോലീസിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. കോടതി ചില ചോദ്യങ്ങളും കൂടി പോലീസിനോട് ചോദിച്ചിട്ടുണ്ട്. മനസ്സർപ്പിച്ചാണോ കേസെടുക്കാൻ പോലീസ് തീരുമാനമെടുത്തത് എന്നാണ് ഡിവിഷൻ ബെഞ്ച് ചോദിച്ചത്. അതായത് ഇത് ഭരണഘടനാ പദവിയിൽ ഇരുന്ന ഒരാൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എത്രമാത്രം തെളിവുണ്ട് എന്ന കാര്യം പരിശോധിച്ചോ, ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടത്തിയോ, ഇത് പൊതുസമൂഹത്തിൽ നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസ്യതയെ ബാധിക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ അതിൽ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു സംഭവമാണ്. നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയൂ എന്നാണ് പോലീസിനോട് കോടതി പറഞ്ഞത്. എല്ലാവരും വ്യക്തിയല്ല കോടതികളെയാണ് നോക്കുന്നത്, നീതിന്യായ വ്യവസ്ഥയാണ് നോക്കുന്നത്. അപ്പോൾ തെളിവുണ്ടോ എന്നുള്ളത് നിർണായകമാണ്. തെളിവുണ്ടെങ്കിൽ അറിയിക്കൂ, തെളിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. കോടതി പറയുന്നത് കോടതിയുടെ ആശങ്കയാണ്. നീതിന്യായ വ്യവസ്ഥയ്ക്ക് കേടുപാട് സംഭവിക്കുന്ന ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു കേടുപാട് തെളിവുണ്ടെങ്കിൽ മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായ ഒരു കേട് എങ്ങനെ ആര് പരിഹരിക്കും എന്നാണ് ഡിവിഷൻ ബെഞ്ച് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആണ് കോടതിയിൽ ഹാജരായിരുന്നത്. അദ്ദേഹം പറഞ്ഞത് കേസെടുത്തിട്ടുണ്ട്, കേസെടുത്തതെല്ലാം മനസ്സർപ്പിച്ച് തന്നെയാണ് എന്നുള്ളതാണ്. മനസ്സർപ്പിച്ചാണോ കേസെടുത്തതെന്ന് ഡിവിഷൻ ബെഞ്ചിന്റെ ചോദ്യത്തിന് മനസ്സർപ്പിച്ച് തന്നെയാണ് കേസെടുത്തത്, അത് നടപടിക്രമങ്ങളുടെ ഭാഗമാണ്, അതിൽ തെറ്റില്ല എന്നാണ് സർക്കാരിന്റെയും പോലീസിന്റെയും കണക്ക് വിലയിരുത്തൽ എന്ന് തന്നെയാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഒരാഴ്ചക്കകം വിശദീകരണം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. ചൊവ്വാഴ്ച കേസ് ഡിവിഷൻ ബെഞ്ചിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ സർക്കാരിന്റെ നിലപാട് അറിയിക്കും. അതിനുശേഷം കോടതി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്യും. ശരി, സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.